പേട്ടയിൽ നിന്നും ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിയെ കാണാതായ സംഭവം പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെയും ആ സ്ഥലത്തുണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യുകയാണ്. കൂടാതെ പോലീസ് ഒരുപാട് CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. റെയിൽവേ ട്രാക്കിന് സമീപം കാട് പിടിച്ച സ്ഥലമാണ്. ഇവിടം കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വർഷത്തിൽ 2 തവണ കുടുംബം കേരളത്തിൽ വരാറുണ്ട്. തേൻ ശേഖരിക്കുന്ന ആളുകളാണ് ബീഹാർ സ്വദേശികളായ ഈ ദമ്പതികൾ. 11:30 വരെ കുട്ടിയെ കണ്ടെന്ന് കുടുംബം മൊഴി നൽകി. പിന്നീട് അവർ ഉറങ്ങിയ സമയത്താണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിലയിരുത്തൽ. പുലർച്ചെ 1 മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ലെന്നാണ് മാതാപിതാക്കൾ മൊഴി നൽകിയത്. കുഞ്ഞിനെ കാണാതായ സമയത്ത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പോ ഇല്ലായിരുന്നു. ഇത് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയതാണോ എന്നും ഇപ്പോൾ പറയാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത്. നമ്മളിപ്പോ 3 ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കുറച്ച് സമയം വേണം നമുക്ക്. ഒരുപാട് CCTV ഫുട്ടേജസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ്. നല്ല ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ്. ഇവർ വർഷത്തെ ഒരു 2 തവണയൊക്കെ ഇവിടെ വരാറുണ്ട്. വർഷത്തെ 1 തവണ 2 മാസത്തേക്ക് വരാറുണ്ട്. തേനെ എടുക്കുന്ന ആൾക്കാരാണ് ഇവർ. ആശങ്ക ഉണ്ട്. കാരണം ടൈം ഈസ് ഓഫ് എസൻസ്. സോ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ആരും മിസ്സിംഗ് ഇല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നും കുട്ടിയെ സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. ആശങ്ക ഉണ്ട്. കാരണം ടൈം ഈസ് ഓഫ് എസൻസ്. സോ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ആരും മിസ്സിംഗ് ഇല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. അവർ പറയുന്നത് ഒരു ഏകദേശം 1 മണിക്ക് അവർ എണീറ്റ് നോക്കിയതാണ്. ഒരു 11 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് 1 മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. കുട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ കൊണ്ടുവരാം. ഞാനാണ് പറയുന്നത് മൂത്രമൊഴിക്കാൻ രാത്രി എണീറ്റപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. സോ ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ഈസ് സെയിങ്. ബട്ട് ദാറ്റ് ഹാസ് ടു ബി corroborated. We will keep it open. Our objective is to find the child. Once we find the child, then we will get the whole story out. We have all the 3 ACPs and DCP is leading and I am here. The 3 ACPs are here. 5 SHOs are here. Every team has 2 inspectors. So we are doing all the things we can do. ഓൾ സയൻസിന് സമീപത്തു നിന്നും 2 വയസ്സുകാരിയായ മേരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രക്ഷിതാക്കളായ അമർദീപും അമലയും പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.